പിലിഭിത്ത് ഉത്തർപ്രദേശിലെ നേപ്പാൾ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ടെറായ റീജിയനിൽപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ ടൈഗർ റിസർവ്. ഹിമാലയത്തിലെ മഞ്ഞുരുകി വരുന്ന വെള്ളം കൊണ്ട് സമൃദ്ധമായ നദികളും അതുപോലെ പൂക്കളും സാൽമരങ്ങളും കൊണ്ട് സമ്പന്നമായ കാടുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. അസാമാന്യമായ വലിപ്പം കൊണ്ടും രൂപഭാവങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടും ഉഗ്രരൂപികളായിട്ടുള്ള ഇവിടുത്തെ കടുവകളാണ് പിലിഭിത്തിനെ സഞ്ചാരികളുടെയും അതുപോലെ ഫോട്ടോഗ്രാഫർമാരുടെയും ഇഷ്ട ഡെസ്റ്റിനേഷനാക്കി മാറ്റിയത്. തണുത്തുറഞ്ഞ ഈ ഹിമാലയൻ താഴ്വരകളിലൂടെ പിലിഭിത്തിലെ രാക്ഷസ കടുവകളെയും തേടി ഗ്രീൻ വൈബ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റുകൾ നടത്തിയ ആക്ഷൻ പാക്ഡ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിന് ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് റോഡ് മാർഗം 6-7 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷമാണ് കേട്ടോ പിലിഭിത്തിലെ നമ്മുടെ സ്റ്റേയിലെത്തിയത്. അപ്പോഴേക്കും ഇരുട്ടായി. ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ ഡിന്നർ കഴിഞ്ഞാൽ നേരെ കുറച്ച് നേരം പോയി കിടന്നുറങ്ങുക. രാവിലെ നേരത്തെ എഴുന്നേക്കണം സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ട്രീ ടണലിനകത്തൂടെയാണ് യാത്ര കേട്ടോ. ട്രീ ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേക സാധനമൊന്നുമില്ല, ഞാനിട്ട പേരാണ്. കണ്ടോ, മരങ്ങളെല്ലാം കൂടെ വലിയ ഗുഹ പോലെ നിൽക്കുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ടണൽ പോലെ. ഇവിടുത്തെ റോഡ്സൊക്കെ നല്ല ഡെഡ് സ്ട്രെയിറ്റ് ആണ്, ചുറ്റും മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും ഒരു ടണലിനകത്തൂടെ പോകുന്നൊരു ഫീലാണ്. ലൈറ്റ് കോടമഞ്ഞും അതുപോലെ നീല പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടുത്തെ വഴിയൊക്കെ കാണാൻ. നോക്കി എന്നെ ഒരു കാഴ്ചയാണ്, കാറ്റത്ത് മരങ്ങൾ ഇല പൊഴിക്കുന്നുണ്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ മാനും മയിലും അതുപോലെ തന്നെ കോടമഞ്ഞ് നിറഞ്ഞ വഴികളും ഒക്കെ ആയിട്ട് വേറൊരു ഫീലേ. അതിൽ കൂടെ നല്ല പക്ഷികളുടെ സൗണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും വേറെ ലെവൽ, വല്ലാത്തൊരു ഫീലായിരുന്നേ. കുറച്ച് നേരം നിങ്ങളൊന്ന് ആസ്വദിച്ചു നോക്കി. ഇതുണ്ടോ തണുപ്പത്തൊരു ക്രസ്റ്റഡ് സർപ്പൻറ്റുകളിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സഫാരി പിലിഭിത്തിൻ്റെ മഹോഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗേറ്റിലാണ്. ഇവിടെ പ്രധാനമായിട്ടും 2 സഫാരി ഗേറ്റുകളാണുള്ളത്, മുസ്തഫാബാദും അതുപോലെ തന്നെ മഹോഫും. അതിൽ മഹോഫ് ഗേറ്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗേറ്റിൽ കയറി മറ്റേ ഗേറ്റിൽ 2 സ്ഥലത്തൂടെയും പോകാം, അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇത്തിരി ദൂരെയായിട്ട് 2 ഗേറ്റുകളുണ്ടെന്നേ ഉള്ളൂ. ഇത് നോക്കിയേ, ബ്ലാബ്ലർ, കരിയിലപ്പെട. ശരിക്കും കരിയിലപ്പെടനെ ഒന്നും ആർക്കും വേണ്ടാത്തൊരു പക്ഷിയാണ്, എന്നാൽ പോലും കാണാൻ നോക്കിയാൽ നല്ല രസമല്ലേ. ഇതുണ്ടോ ഞാൻ മുന്നേ പറഞ്ഞ ട്രീ ടണൽ, അതിൻ്റെ ഒത്ത നടുക്കൂടെ ഒരു കടുവ ഇങ്ങ് നടന്നു പറഞ്ഞു അല്ലേ, കിടുക്കും. ഇതേ 2 കുറുനരികൾ, ഇന്ത്യൻ ജാക്കൽസ്. നമ്മൾ പൊതുവേ ഇതിനെ കുറുക്കനായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ കുറുക്കനെ അങ്ങനെ കോമൺ ആയിട്ട് കാണപ്പെടുന്നില്ല കേട്ടോ. പകരം കുറുനരികളാണുള്ളത്. ഇതുണ്ടല്ലേ ഈ കാണുന്ന ജാക്കൽസ് അഥവാ കുറുനരികൾ. കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഫോക്സ് ആണ്, അതിനെ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. നല്ല ഉയരത്തിലുള്ള സാൽമരങ്ങളാണ് പിലിഭിത്തിലെ ഒരു പ്രത്യേകത. ഈ സാൽമരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഗ്രീൻ ആയിരിക്കും കേട്ടോ എപ്പോഴും. അങ്ങനെ മൊത്തത്തിൽ ഡ്രൈ ആവുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ വളരെ കുറവാണ്. ഇത് നല്ല ഉശിരനൊരു റെഡ് ജംഗിൾ ഫൗൾ, നല്ല ഒന്നൊന്നരം കാട്ടുവഴി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പക്കി പട്ടരി എന്ന് പറഞ്ഞിട്ടുള്ള റോഡിൽ കൂടിയാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണെങ്കിൽ ശാരദാ സാഗർ കനാലാണ്. ആ കനാലിൻ്റെ അപ്പുറത്തായിട്ട് ഇതിന് പാരലായിട്ട് വേറൊരു റോഡും കൂടിയുണ്ട്, കച്ചി പട്ടരി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാവേ, എന്തുകൊണ്ടാണ് ഇനി പേര് വന്നേക്കുന്നതെന്നൊക്കെ. പക്കി പട്ടരി കൂടെ വിട്ടടിച്ച് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് സൈഡിൽ നിന്ന് റോഡിൻ്റെ താഴെ നിന്ന് ഒരു കടുവ റോഡിലോട്ട് കയറി വന്നേ. എന്നാ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുന്നേ കടുവത്തെ നമ്മുടെ നേരെ ഹെഡ് ഓൺ നടന്ന് വന്നിട്ട് ടെറിട്ടറി മാർക്കും ചെയ്തിട്ട് മെല്ലെ താഴോട്ട് ഇറങ്ങിപ്പോയേ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നയന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈഗ്രസ് ആണ്, വളരെ ഫേമസ് ആണ്. അതിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ അതിന് നയന എന്ന് പേര് വന്നേക്കുന്നത്. നമ്മൾ കുറച്ച് നേരം നയനെ തിരിച്ചിറങ്ങി വരുമോ എന്ന് നോക്കിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തെങ്കിലും കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര തുടരുവാണേ. അതുപോലെ തന്നെ കാലാവസ്ഥ പെട്ടെന്ന് മാറി, നല്ല മഴക്കാറ് കയറിയിട്ടുണ്ടേ. ശാരദാസാഗർ കനാൽ നിറഞ്ഞൊഴുകാണ്. കാരണം ഇത് വേനൽക്കാലത്താണ് ശരിക്കും പറഞ്ഞാൽ മഞ്ഞുരുകി വരുന്ന വെള്ളമായതുകൊണ്ടേ നിറഞ്ഞൊഴുകുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ മയിലുകളാണ്. പിന്നെ രസം നോക്കിയാൽ ഫുള്ള് പീലിയും വിരിച്ച് അതുപോലെ മയിലാട്ടമൊക്കെ കാണാൻ പറ്റും. കുറേ സ്ഥലത്ത് കണ്ടായിരുന്നു നമ്മളെ.
ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ നമ്മുടെ കനാലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്ന കച്ചിപ്പട്ടരി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കാലാവസ്ഥ മാറി, ഈ സമയം മഴ പെയ്യുന്നു. കുറച്ച് മുന്നേ നല്ല വെയിലായിരുന്നു. അപ്പം കണ്ടില്ലേ മഴ മെല്ലെ ചാറി തുടങ്ങിയിട്ടുണ്ടേ. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല അടിപൊളി മഴ. എനിക്ക് നമ്മുടെ വണ്ടിക്കാർ ചവിട്ടി വിടുവാണ്, കാരണം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയോ കയറി നിൽക്കാൻ സ്ഥലമുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള മഴയായിരുന്നുകൊണ്ട് തന്നെ ക്യാമറയോ മറ്റ് സംഭവങ്ങളൊക്കെ നനയാതെ വെക്കാൻ നമ്മുടെ ആരുടെയും കയ്യിൽ ഒന്നുമില്ല. ഇടുക്കം മഴ. കാടിനടുക്കായിട്ടൊരു ക്യാമ്പ് ഷെഡ് ഉണ്ടായിരുന്നു. അവിടെ കയറി കുറേ നേരം നിന്നപ്പോഴത്തേക്കും മഴയൊന്ന് കുറഞ്ഞു. മഴ കുറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേ. നോക്കി ഫുള്ള് സാൽമരങ്ങളുടെ ഇല വീണ് കിടക്കുകയാണ്. ഈ സമയത്ത് ഉണങ്ങിക്കിടക്കുക. ശരിക്കും ഇത് മാർച്ച് മാസത്തിൽ നമ്മൾ വന്നൊരു ട്രിപ്പാണ്. നോക്കണം, ഈ മഴയും അതുപോലെ ഈ തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളത് മാർച്ച് മാസത്തിലാണ്. ഇതുപോലെ പച്ചപ്പും ഒക്കെ വേനലിൻ്റെ പീക്കിലാണ് ഇവിടെ ഉള്ളത്. ഈ സാൽമരങ്ങളുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു. ഇത് പിന്നെയും മയിൽ റോഡിന് നടുക്ക് തന്നെയാണ് നിൽക്കുന്നത് ഇത്തവണയെ. കൂടെ കുറേ പെണ്ണുങ്ങളുമുണ്ട്. ഫീമെയിൽസിനെ വിളയ്ക്കാൻ വേണ്ടിയിട്ട് ഫുൾ പീലി വിരിച്ച് ആടുകയാണ് ആശ. അതിലെ കുറേ കണ്ടതാണ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചാലും റോഡിന് നടുക്ക് തന്നെ നിൽക്കുക. പിന്നെ പീലി വിരിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കാതെ പോവുക? നോക്കിയാൽ മരത്തിലൊരു പരുന്തിരിക്കുന്നത്. ഇത് സാധാരണ പരുന്തല്ല കേട്ടോ, വൈറ്റ് ഐഡ് ബസാർഡ് എന്ന് പറയുന്ന ഒരു പരുന്താണ്. വെള്ളക്കണ്ണി പരുന്തെന്ന് മലയാളത്തിൽ പറയും. പേര് സൂചിപ്പിക്കുന്ന പോലെ അതിൻ്റെ കണ്ണിൽ നല്ല വൈറ്റ് കളറാണ് അതിൻ്റെ ചുറ്റും. അതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ സാൽമരങ്ങളുടെ ഇലകൾ വീണ് കിടക്കുന്ന റോഡിൽ കൂടെ ഇങ്ങനെയുള്ള യാത്ര നല്ല രസമാണ്. കാലാവസ്ഥ പെട്ടെന്നങ്ങ് മാറി. ആ മഴ അങ്ങ് മാറിയപ്പോഴത്തേക്കും തന്നെ വെയിൽ തെളിഞ്ഞു കേട്ടോ. നമ്മുടെ മോർണിംഗ് സഫാരി ഏകദേശം കഴിയാനായി. നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേഡ് അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ മഹോഫ് ഗേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പക്കിപ്പട്ടിരിയും കച്ചിപ്പട്ടിരിയൊക്കെയുള്ള സ്ഥലത്തോട്ട് പോയാലോ. ആ രണ്ട് റോഡുകളും അല്ലെങ്കിൽ ആ കനാലും ഒക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുസ്തഫാബാദ് ഗേറ്റിൻ്റെ അവിടെയാണ്. നമ്മുടെ ഈ ഗേറ്റിനകത്തൂടെ തന്നെ കയറി അപ്പുറേ പോകാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തോട്ട് ആദ്യം പോയിരുന്നു. ഇപ്പോൾ തിരിച്ച് നമ്മുടെ മഹോഫ് ഗേറ്റിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണ്. കാരണം അവിടെയാണ് നമ്മുടെ സ്റ്റേയിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വൈകിട്ടത്തെ സഫാരിക്ക് ഇറങ്ങാൻ വേണ്ടി. ഇത് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് സഫാരി പോകാൻ വേണ്ടി ഇറങ്ങുന്നപ്പോഴത്തേക്കും നല്ല പെരുമഴ, ഇടിയും വെട്ടിയാട്ടോ മഴ വരുന്നത്. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. നമ്മളിന്ന് രാത്രി വന്നപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. ഇതാണ് ഹോം സ്റ്റേ. മഴ മാറുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങ് പോകാമെന്നേ ഉള്ളൂ അല്ലേ. മൊത്തം ഇരുണ്ട് മൂടി നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഭിത്തിയൊന്നും സിമെൻ്റൊന്നും അല്ല കേട്ടോ, ഇതെല്ലാം മണ്ണും കൊണ്ട് തേച്ചുണ്ടാക്കിയേക്കുന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതേ വേറൊരു സാധനം കാണിച്ചാൽ നമ്മുടെ കട്ടിലൊക്കെ ഉണ്ടോ, ഇഷ്ടി കൊണ്ട് കെട്ടി വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഇവിടുത്തെ റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ അടിപൊളി ഒരു റൂം. മഴ പെയ്തു തുടങ്ങി. ഏതായാലും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, നമുക്ക് നേരെ സഫാരിക്ക് പോയിട്ട് വരാം. നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഇതുണ്ടല്ലേ മഴ പെയ്ത് നനഞ്ഞു കിടക്കുകയാണ്. മഴ ചെറുതായിട്ടൊന്ന് മാറിയും തോന്നി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര ഹെവി ആയിട്ട് പെയ്തിട്ടില്ല. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ ടണൽ ഇതാണേ. മുന്നോട്ട് നോക്കി എത്ര നീളത്തിൽ ദൂരത്തിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന്. റോഡിങ്ങനെ നീണ്ടു കിടക്കുവാണ് കേട്ടോ. ശരിക്കും മരങ്ങളിങ്ങനെ ചുറ്റും വളഞ്ഞ് ടണൽ പോലെ. ഇതിനകത്തൊക്കെ ആനിമൽസിനെ കിട്ടണം, പ്രത്യേകിച്ച് ടൈഗറിനെയൊക്കെ. ഭയങ്കര രസമായിരിക്കും. പിലിഭിത്ത് അതിന് ഭയങ്കര ഫേമസ് ആണ്. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഇതിനെ നടുക്ക് വെച്ചിട്ട് ഞാൻ ടൈഗറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് ട്രിപ്പ് വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീൻ, നമ്മുടെ ഗ്രീൻ വൈബ്സിൻ്റെ ഒരു ട്രിപ്പായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ പിലിഭിത്തിലേക്ക് നടത്തിയ ട്രിപ്പായിരുന്നേ. ഇനിയും പിലിഭിത്തിലേക്ക് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്തവണ ഞങ്ങളുടെ കൂടെയല്ല, അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുമേ. ഈ നവംബറിൽ നമ്മൾ വീണ്ടും പിലിഭിത്ത് പാക്കേജ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയേ. പിലിഭിത്ത് മെയിനായിട്ട് ഒരു ടൈഗർ സഫാരി ഡെസ്റ്റിനേഷനാണ്. അതല്ലാതെ ആനിമൽസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലെപ്പേർഡും അതുപോലെ സ്ലോത്ത് ബെയറും നീൽ ഗൈസും ഒക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ എന്നാ പറയണ്ടേ, ഭയങ്കര റെഗുലർ സൈറ്റിങ്സ് അല്ല. മെയിനായിട്ട് കടുവ തന്നെയാണ് ഇവിടെ സൈറ്റിങ്സ് കിട്ടാറ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ നേപ്പാളിൽ നിന്ന് വന്നു പോകുന്ന ആനകളും ഉണ്ട്. ആനകളുടെ സൈറ്റിങ്സ് വളരെ റെയറാണ് ഇതിനകത്ത്. ഇത് പിന്നെ ഒരു വെള്ളക്കണ്ണി പരുന്ത്. നമ്മുടെ മയിലുകളെ പോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ പരുന്തുകളുമുണ്ട്. ഇത് ക്രസ്റ്റഡ് സർപ്പൻറ്റികളാകട്ടെ അല്ലെങ്കിൽ വൈറ്റ് ഐഡ് ബസാർഡാകട്ടെ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇഷ്ടം പോലെയുണ്ട്. ഇവിടുത്തെ ഈ സ്ഥലം ശ്രദ്ധിച്ചോ, ഇലകളൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുള്ള മഞ്ഞ നിറത്തി നിൽക്കുന്ന സാൽമരങ്ങളും അതുപോലെ വഴിയിലൊക്കെ ചെറിയ നീല പൂക്കളും വിശാലമായിട്ടുള്ള പുൽമേടും ഒക്കെ ആയിട്ട് ഒരു സ്ഥലമേ.
ഇവിടെ ഒരു ടൈഗറിൻ്റെ സൈറ്റിംഗ് സ്ഥിരമായിട്ട് കിട്ടാറുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതാണ്. മഴ ചെറിയ രീതിയിൽ പെയ്തു തുടങ്ങിയിട്ടുണ്ടേ. അതുപോലെ നല്ല കാറ്റും അടിക്കുന്നുണ്ട്. കാറ്റത്തിരുന്നിട്ട് ഊഞ്ഞാലാടുന്ന ബീറ്ററിനെ കണ്ടു. കാറ്റ് ശരിക്കും ശക്തിയായി. അതോടൊപ്പം തന്നെ മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ടേ. ഓക്കെ, മരങ്ങൾക്കിടയിലൂടെ കാറ്റടിക്കുന്നത്. കാറ്റ് സ്ട്രോങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. മഴ കാര്യമായിട്ട് പെയ്തില്ല. മഴ അങ്ങ് മാറി, ചെറുതായിട്ട് ചാറിയിട്ടങ്ങ് മാറിയേ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മാർച്ച് മാസത്തിൽ വന്ന ഒരു ട്രിപ്പാണിതെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലം. അങ്ങനെയാണെങ്കിൽ മഴക്കാലത്ത് ഈ കാടിൻ്റെ ഒരു പച്ചപ്പും അല്ലെങ്കിൽ ഭംഗിയൊക്കെ എന്നതായിരിക്കും അല്ലേ. അപ്പോൾ മഴക്കാലത്ത് ഇത് ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും. മഴ കഴിഞ്ഞ പാടെ ഈ പാർക്ക് ഓപ്പൺ ആവുന്നത് നവംബറിലാണ്. അപ്പോൾ നവംബർ മാസത്തിലാണ് ഞാൻ മുന്നേ പറഞ്ഞേക്കുന്ന പിലിഭിത്ത് പാക്കേജ്, നമ്മുടെ നെക്സ്റ്റ് പാക്കേജ് വരുന്നത്. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടാമത്തെ വണ്ടിയാണ്. ആശാനും കൂട്ടരും നമ്മളെ കാണാഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു. ഇതുകൊണ്ടോ, ഇത് ഒരു ഇന്ത്യൻ ഗ്രേ ഹോൺബില്ലാണേ. കണ്ടിട്ട് എന്തോ ഒരു ഭീകരജീവിയെ പോലെ ഉണ്ടല്ലേ. നമ്മുടെ ഈ പിലിഭിത്ത് ടൈഗർ റിസർവ് ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൻ്റെ നേപ്പാൾ ബോർഡറിലായിട്ട് വരുവേ. ഹിമാലയൻ താഴ്വരകളിലായിട്ടാണ് നമ്മുടെ ഈ പിലിഭിത്ത് ടൈഗർ റിസർവ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റ് എന്നാ പറയണ്ടേ ടാൽ റീജിയൻ, അതായത് ടെറായി ആർക്ക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയും. ഇന്ത്യയിലും നേപ്പാളിലായിട്ടുള്ള ഹിമാലയൻ താഴ്വരകളിൽപ്പെട്ട കുറച്ച് സ്ഥലമാണ് കേട്ടോ ഈ ടാൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള മറ്റ് പാർക്കുകളെ പോലെ മരങ്ങൾക്കും അല്ലെങ്കിൽ ഈ ലാൻഡ്സ്കേപ്പിനൊക്കെ ആ ഒരു ഭംഗി വരുന്നത്, പ്രത്യേകിച്ച് സാൽമരങ്ങൾ ഇത്രയധികം എണ്ണം വരുന്നതൊക്കെ ഈ പറഞ്ഞ ടാൽ റീജിയനിൽ നിന്നുള്ള സ്ഥലമായതുകൊണ്ടാണ്. ഈ പിലിഭിത്ത് സഫാരി ഇത്ര ഫേമസ് ആവാൻ കാരണം ഇവിടുത്തെ വലിയ വലിപ്പമുള്ള കടുവകളാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭീകര ലുക്കുള്ള കടുവകൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിലിഭിത്ത് സഫാരിയിൽ അതിലൊരെണ്ണത്തിനെ നമുക്ക് കിട്ടിയായിരുന്നു, റോക്കറ്റ് എന്ന പേരുള്ളൊരു കടുവ. റോക്കറ്റ് കൂടാതെ S2, S3 എന്നൊക്കെ പേരിലുള്ള വലിയ കടുവകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ ഈ റോക്കറ്റ് കുറച്ച് കാലമായിട്ട് മിസ്സിംഗ് ആണ്. ബാക്കി S2, S3 ഒക്കെ കാണാനുള്ള സാധ്യത നമുക്കിവിടെ ഉണ്ട്. ഈ റോക്കറ്റിനെ ശരിക്കും പറഞ്ഞാൽ നേപ്പാൾ ബോർഡറിലേക്കൊക്കെ കയറി പോയിട്ടുണ്ടാവാം. അവിടുത്തെ പോച്ചേഴ്സ് കൊന്നതായിരിക്കാം എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. പക്ഷെ ഒന്നിനും സ്ഥിരീകരണമില്ല. അങ്ങനെ കുറേ നേരത്തെ യാത്രക്കൊടുവിൽ നമ്മൾ നമ്മുടെ പക്കി പട്ടരി ഭാഗത്തോട്ട് എത്തിയ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പക്കി പട്ടരി അതുപോലെ കച്ചി പട്ടരി എന്ന്. അതെന്നാന്ന് പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, ഈ റോഡ് നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്ത് വൃത്തിയുള്ള ടാറിങ് റോഡല്ലേ. ഇതിനാണ് പക്കി പട്ടരി എന്ന് പറയുന്നത്. നല്ല റോഡെന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ കച്ചി പട്ടരി എന്ന് പറഞ്ഞാൽ കട്ടർ റോഡ്. അപ്പുറ സൈഡിൽ, അതായത് ഈ കനാലിൻ്റെ അപ്പുറത്ത് ഭാഗത്തുള്ള ഇതേ പാരലായിട്ടുള്ള റോഡെന്ന് പറഞ്ഞാൽ അത് ടാറിട്ട റോഡല്ല, മൺ റോഡാണ്. അപ്പോൾ അത് ഇത്തിരി മോശം റോഡാണല്ലോ. അതുകൊണ്ടാണ് അതിന് കച്ചി പട്ടരി എന്ന് പറയുന്നത്. ഈ പക്കി പട്ടരിയുടെയും കച്ചി പട്ടരിയുടെയും ഭാഗത്തായിട്ട് ഈ കനാലുള്ളതുകൊണ്ട് തന്നെ ടൈഗർ സൈറ്റിങ്ങിന് നല്ല സാധ്യതയുള്ള സ്ഥലമാണ് ഇത് രണ്ടും. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം റോക്കറ്റിൻ്റെ ഹെഡ് ഓണും അതുപോലെ ഇത്തവണത്തെ നയനയുടെ സൈറ്റിങ്ങും ഒക്കെ കിട്ടിയത് ഈ പക്കി പട്ടരി റോഡിൻ്റെ ഭാഗത്താണ്. ഈ പക്കി പട്ടരി റോഡും അതുപോലെ തന്നെ നമ്മുടെ ഞാൻ മുന്നേ പറഞ്ഞ ട്രീ ടണലുമാണ്, അതിനകത്ത് കടുവകൾ നിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഷോട്ട് എന്ന് പറയുന്നത്. അതാണ് ഈ പിലിഭിത്തിനെ ഇത്ര ഫേമസ് ആക്കിയത്. പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കടുവയെ കിട്ടിയേ. നമുക്ക് അപ്പുറത്തെ കരയിൽ വെള്ളത്തിൽ കിടക്കുവാണ്. എന്നാ രസമെന്ന് നോക്കി, ഇതിലും കാഴ്ച. ഏതാ കടുവ എന്ന് നമ്മുടെ ഗൈഡിനോട് ചോദിച്ചപ്പോഴത്തേക്കും പുറകിൽ നിന്നുള്ള ഒരു വ്യൂ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഫേസ് കാണാതെ പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ചോദിച്ചത് എൻ്റെ തെറ്റാണ്. आजा भैया आजा जल्दी आजा टाइगर मिल जल्दी आजा. കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നിട്ട് മെല്ലെ എഴുന്നേറ്റ് പുഴ സൈഡിൽ കൂടെ അങ്ങോട്ട് നടന്നേ. എന്നിട്ട് പെട്ടെന്ന് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചു ഹണ്ടിങ് അറ്റംപ്റ്റ് ആണേ. കുറച്ച് നേരം അങ്ങോട്ട് നോക്കി ഇരുന്നിട്ട് വീണ്ടും അത് നടന്നു. നല്ല കാട്ടിലോട്ട് കയറിപ്പോയേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പുറത്തെ കരയിലാന്ന്. നോക്കി, അത്രയും ദൂരത്താണ്. അത്യാവശ്യം നല്ല ഹെയ്സ് ഒക്കെ ഉണ്ട്, അന്തരീക്ഷത്തിൽ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പക്കിപ്പട്ടരി നല്ല റോഡിൻ്റെ ഭാഗത്തും അപ്പർ സൈഡിൽ കച്ചിപ്പട്ടരി, അതായത് കട്ടർ റോഡാണ്. അപ്പോൾ അതിലെ ജിപ്സി പോകുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ മുഴുവൻ പൊടി നിറയുവേ. അപ്പോൾ ആ പൊടിയുടെ ഒരു ഇതിലാണ് അതിനെ കണ്ടത് കേട്ടോ. അപ്പുറത്തെ കരയിലാണ്, അത്രയും ദൂരത്തിലായിരുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും അത് പിന്നെ തിരിച്ച് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ലക്ഷണമൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുവാണേ. നമ്മൾ ടാറിട്ട റോഡിൽ നിന്ന് ഇറങ്ങി കാടിനകത്തോട്ട് കയറിയേ. ഇവിടെ വിശാലമായിട്ടുള്ളൊരു പുൽമേടുണ്ട്. നമ്മുടെ ഹസിരങ്കയിലും അതുപോലെ കാനയിലൊക്കെ കണ്ടില്ലായിരുന്നോ വിശാലമായിട്ടുള്ള പുൽമേടുകൾ. അപ്പോൾ ഈ ഭാഗത്തൂടെ ടൈഗർ ക്രോസിംഗ് ഉള്ളതാണെന്നാണ് പറഞ്ഞത്. പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എണീറ്റ് നിന്ന് നോക്കാത്തതിൻ്റെ പേര് കിട്ടാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് 4 പാടും നോക്കാം.
ആ പുൽമേട്ടിൽ കൂടെ മൊത്തം കമന്ന് കിടന്ന് നോക്കിയിട്ടും പുല്ലല്ലാതെ ഒരു പുല്ലും കാണാത്തതുകൊണ്ട് നമ്മൾ നേരെ കനാൽ ക്രോസ് ചെയ്ത് അപ്പർ സൈഡിൽ പോകാമെന്ന് വിചാരിച്ചേ. അപ്പർ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുക്ക ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെയാണ്. അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഞാൻ മുന്നേ പറഞ്ഞ നമ്മുടെ ശാരദാ സാഗർ കനാലാണ് കേട്ടോ ഇത്. അതിന് കുറുകെയുള്ള ഒരു ചെക്ക് ഡാം അല്ലെങ്കിൽ ഒരു പാലമാണ്. അപ്പം ശാരദാ റിവറിന് കുറുകെയുള്ള ഒരു ഡാമാണ് ശാരദാ സാഗർ ഡാം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു കനാലാണിത്. ഈ ശാരദാ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാളി റിവർ എന്നറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞ ചുക്ക ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ബീച്ചൊന്നുമില്ല. ഈ ഡാമിൻ്റെ വിശാലമായിട്ടുള്ള ഒരു കാച്ച്മെൻറ്റ് ഏരിയ, അതിൻ്റെ സൈഡിൽ ബീച്ച് പോലെ നീളത്തിലുള്ളൊരു സ്ഥലം. അപ്പോൾ അതിനാണ് ചുക്ക ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിലിഭിത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേ ഉണ്ട് ഈ ചുക്ക ബീച്ചിൽ. അതുപോലെ തന്നെ അവിടെ ഒരു ക്യാൻറ്റീനും അതുപോലെ എക്കോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാട്ടിലിങ്ങനെ രണ്ടായിട്ട് തിരിയുന്ന വഴിയുള്ള സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിലത്തെ വണ്ടിയിലെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ഈ വഴി നേരെ പോയി അവർ വരുന്ന സ്ട്രെയിറ്റ് വരുന്ന വഴിയിൽ തന്നെ ഒന്ന് കയറും. അപ്പോൾ നമ്മൾ ആരെങ്കിലും താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ വണ്ടിയും കൂടെ ഈ റൂട്ടിലോട്ട് കയറി വരും. താമസിച്ചാൽ സൈറ്റിങ്സ് കിട്ടിയെന്ന് അർത്ഥം. അല്ലെങ്കിൽ ആദ്യം അവിടെ എത്തുന്ന വണ്ടി മറ്റേ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ മിക്ക കാടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ കറങ്ങി വരുന്ന റൂട്ടുള്ള സ്ഥലത്ത് രണ്ട് റൂട്ടും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇതുണ്ടോ മാനുകൾ തലങ്ങം വിലങ്ങും ഓടുന്നത്. അതുപോലെ തന്നെ ജംഗിൾ ഫൗളിൻ്റെ അലാം കോൾ ഉണ്ട്. അതായത് കാട്ടുകോഴികൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്തോ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള എന്തോ ഉണ്ട്. കടുവയോ പുലിയോ ആവണം നിർബന്ധമില്ല. എന്ത് തന്നെയായാലും ഇവയ്ക്ക് ഭീഷണിയുള്ള എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് അതിനർത്ഥം. അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ ചുക്ക ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതേ വീണ്ടും റോഡിന് നടുക്ക് മയിൽ പീലി വിരിച്ചാടുന്നുണ്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പിൽ തന്നെ എത്ര തവണ മയിലുകളെ പീലി വിരിച്ചാടുന്നത് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണമില്ല. അത്രയും തവണ കണ്ടേ. റോഡിന് നടുക്ക് കയറിയുന്ന പീലിയും വിരിച്ച് വഴി തടഞ്ഞുകൊണ്ട് ഷോ കാണിക്കുന്ന മയിലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതേ മരത്തിലിരുന്ന് സ്റ്റൈല് കാണിക്കുന്ന വേറെ ഒരെണ്ണം. എന്നൊക്കെ പറഞ്ഞാലും ഇതേ ഫുൾ പീലി നല്ല കളർഫുള്ളായിട്ടുള്ള മയിലിനെ കാണാൻ ഭയങ്കര രസമാണ്. നമ്മളങ്ങനെ ചുക്ക ബീച്ചിലെത്തി. ചുക്ക ബീച്ചിൽ നമ്മളെ ആദ്യം വരവേൽക്കുന്നത് റീസസ് മക്കാക്കുകളായിരിക്കുമേ. കണ്ടില്ലേ, ഇതുണ്ട് ഒരു ഷിക്ര പുറംതിരിഞ്ഞിരിക്കുന്നത്. ഷിക്ര അല്ലെങ്കിൽ പ്രാപ്പിടീൻ എന്ന് പറയും കേട്ടോ മലയാളത്തിൽ. നിന്നെ തന്നെയാണ്. ഇതുണ്ട് അവിടെ വെള്ളത്തിൽ കിടന്നൊരു കക്ഷി സർക്കസ് കാണിക്കുന്നത്. അതിൻ്റെ വായിലൊരു മീനും കൂടെ ഉണ്ട് കേട്ടോ. തലയിലെ പപ്പ് കണ്ടോ, കരണ്ട് അടിച്ചത് പോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ പേര് ഗ്രേറ്റ് ക്രസ്റ്റഡ് ഗ്രീബ് എന്നാണ് കേട്ടോ. മലയാളത്തിൽ കിന്നരി മുങ്ങാങ്കോഴി എന്ന് പറയും. മുങ്ങാങ്കോഴിയും കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് അപ്പുറത്തോട്ട് വലിയൊരു മുതല അങ്ങ് പോയത്. ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അങ്ങനെ ചുക്ക ബീച്ചിലെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണേ. മുമ്പിൽ എവിടെയോ അലാമുകൾ കേട്ടെന്ന് പറഞ്ഞാണ് വണ്ടികളെല്ലാം കൂടെ ചവിട്ടി പാഞ്ഞു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കടുവയെ തപ്പിയ ടൈഗർ ക്രോസിംഗ് ഒക്കെ കിട്ടാറുള്ള പുൽമേടിൻ്റെ ഭാഗത്തോട്ട് എത്തിയപ്പോഴേ. ബ്യൂട്ടിഫുൾ, അടിപൊളി, അടിപൊളി. ഇതേ നട്ടുച്ചയ്ക്ക് കോടമഞ്ഞിനകത്തൂടെ വണ്ടി പോകുന്ന പോലെ ഇല്ലേ. കോടമഞ്ഞൊന്നും അല്ല കേട്ടോ, ഫ്രണ്ടിൽ പോയ വണ്ടി പറത്തി പൊടിയാ മുഴുവൻ. നമ്മളിതേ ഒരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് മോസ്റ്റ് ഹാപ്പനിങ് ഏരിയ ആയിട്ടുള്ള നമ്മുടെ കനാലിൻ്റെ സൈഡിലുള്ള നല്ല റോഡിലോട്ട് എത്തിയേ. ഇത് കണ്ടോ, അപ്പുറത്തെ കരയിൽ ടൈഗർ വെള്ളത്തിൽ കിടക്കണേ. ഓക്കെ, എന്നാ രസമാണ്. ആ മരത്തിന്റെ കീഴെ വെള്ളത്തിൽ കടുവ കിടക്കുന്നു. നമുക്ക് മുൻപ് കിട്ടില്ലായിരുന്നു ഒരു ടൈഗ്രസ് വെള്ളത്തിൽ കിടക്കുന്നത്. ആ സ്ഥലത്തിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഇത്. പക്ഷെ ഇത് ആ കടുവയല്ല, ഇതൊരിത്തിരി കൂടെ വലിയ ഒരു വമ്പൻ കടുവയാണ്. അതുകൊണ്ട് തന്നെ ഒരു മെയിലായിരിക്കാനാണ് സാധ്യത. ഇത് അങ്ങ് ആ കനാലിന്റെ അപ്പുറത്തെ കരയിലാണ് നമുക്ക് കടുവയെ കിട്ടിയേക്കുന്നത്. ചെറുതായിട്ട് സൺസെറ്റ് ആയിട്ടുണ്ട്.
അതുപോലെ തന്നെ നല്ല പൊടിയുണ്ട് അന്തരീക്ഷത്തിൽ. മുന്നേ നമ്മൾ കണ്ടില്ലായിരുന്നു വണ്ടി പോകുമ്പോൾ. ഇത് എഴുന്നേറ്റ് നിന്നപ്പോഴത്തേക്കും അവൻ്റെ ഒരു സൈസ് ഉണ്ടോ, അമ്പോ എന്നെ ഒരു കടുവ നോക്കി. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിലിഭിത്തിൽ വന്ന് ഇതുപോലത്തെ കടുവകളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഭീകര കടുവകളുടെ നാടെന്ന്. അത് ഇതുപോലത്തെ കടുവകളെ ഉദ്ദേശിച്ച കേട്ടോ. എന്നെ സൈസ് നോക്കിയാൽ മരത്തിൻ്റെ തടിയായിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. മാരൊക്കെ വലിപ്പമുള്ള കടുവയെ. ഇത് വേറൊരു കടുവയും കൂടെ വരുന്നേ. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുന്ന പോലത്തെ കാഴ്ചകൾ. 2 കടുവകൾ ഒരുമിച്ചേ. വളരെ വളരെ റെയറായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേറ്റിംഗ് പെയേഴ്സ് ആണെന്ന് തോന്നുന്നു. കാരണം വന്നേക്കുന്ന ഒരു ഫീമെയിൽ ആണ്. അവൻ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണോ അതോ ഇനി ആൾക്കാരുടെ ബഹളം കേട്ടതുകൊണ്ടാണോ നടത്തില്ല. പുള്ളിക്കാരത്തി വന്ന വഴിക്ക് തന്നെ തിരിച്ചു കയറിപ്പോയേ. ആദ്യം വെള്ളത്തിൽ കിടക്കുന്ന കടുവയുടെ നേരേക്ക് വേറൊരു കടുവ നടന്നു വരുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ശരിക്കും 2 അഡൾട്ട് ടൈഗേഴ്സ് നേർക്ക് നേർ മുട്ടനൊരു ഫൈറ്റ് ഉണ്ടാവുന്നു. പിന്നീടാണ് രണ്ടാമത് വന്നത് ഫീമെയിൽ ആണെന്നും അപ്പോൾ ഇതൊരു മേറ്റിംഗ് പെയേഴ്സ് ആവാനുള്ളതായിരിക്കും സാധ്യത കൂടുതലെന്ന് മനസ്സിലായതേ. എന്നാലും അവൻ്റെ സൈസ് കണ്ടോ, എന്നെ ഭീകര വലിപ്പം അല്ലേ. നമ്മൾ ടഡോബയിൽ കണ്ട നമ്മുടെ ചോട്ടാതടിയിലില്ലേ, ഏകദേശം അതിൻ്റെ സൈസിനോട് അടുത്ത് വരും കേട്ടോ. നോക്കി അത്യാവശ്യം നല്ല ഡിസ്റ്റൻസും അതിൻ്റെ കൂടെ പൊടി പറക്കുന്നുണ്ടോ. പൊടി പറന്ന് വരുന്നത് അപ്പുറത്തെ കച്ചിപ്പട്ടരി, അതായത് നമ്മുടെ മഡ് റോഡില്ലേ അതിനകത്തൂടെ വണ്ടി പോകുന്നു കേട്ടോ. ടൈഗർ ഇവിടെ കിടക്കുന്ന കണ്ടോണ്ട് ഇറങ്ങി വന്നു. രണ്ടെണ്ണം വന്നു. എന്നെ ഒരു സീനായിരുന്നല്ലേ. കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നേച്ചിട്ട് ഒരു ഉമ്മ അങ്ങ് കൊടുത്തിട്ടൊരു കയറിപ്പോക്ക്. വൈൽഡ് അഫെക്ഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു കാഴ്ചയെ. കാട്ടിലോട്ട് കയറിപ്പോയ പെൺകടുവ അത് ആ പുറകിൽ മരത്തിന് പുറകെ കൂടെ നടന്നു വരുന്നുണ്ടോ. അത് നടന്നു വന്ന് ആ ലെഫ്റ്റ് സൈഡിൽ അവിടെ കിടന്നേ. വെള്ളത്തിൽ കിടക്കുന്ന ആൺകടുവ എഴുന്നേക്കുന്നതും കാത്ത് നമ്മളെല്ലാവരും ഇപ്പുറത്തെ കരയിൽ വെയിറ്റിംഗ് ആണേ. അപ്പുറത്തോട്ട് പോയാൽ അവിടുന്ന് ശരിക്കും കാണാൻ പറ്റത്തില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ ഗൈഡുമാർ കടുവകളെ രണ്ടിനെ ഐഡന്റിഫൈ ചെയ്തേ. ഈ മെയിൽ ടൈഗർ S2 എന്ന് പേരായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൈഗറാണ്. ഞാൻ മുന്നേ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ മെയിൻ കടുവകളെ പറ്റി. അതിൽ S2 ആണിത്. അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ ബരാഹി ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈഗ്രസ് ആണ്. നമ്മൾ മുന്നേ വെള്ളത്തിൽ കിടക്കുന്ന ഒരു ടൈഗ്രസിനെ കണ്ടില്ലേ, സെയിം ആണ് ഈ ബരാഹി ഫീമെയിൽ. പിലിഭിത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ റോക്കറ്റിനെ അല്ലെങ്കിൽ S2 അതല്ലെങ്കിൽ S3 ഇതിലേതെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനെയും കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് വന്നത്. റോക്കറ്റ് എനിവേ മിസ്സിംഗ് ആണ്. റോക്കറ്റിനെ ഇനിയിപ്പം കാണാൻ കിട്ടുമോയെന്ന് അറിയില്ല. അപ്പം ബാക്കിയുള്ളതിൽ S2വിനെ കാണാൻ പറ്റി എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. എനിക്ക് എന്നാ ഈ മണ്ടൻ സാധനമാണ്. അതിൻ്റെ പുറകെ കൂടെ മറ്റേത് പോകുന്നുണ്ടേ. നോക്കിയേ, നിഴൽ പോലെ 2 കടുവകൾ പാരലിൽ നടന്നു പോകുന്നത്. നമ്മൾ കണ്ട കടുവ S2 ആണോ S3 ആണെന്ന് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അവർക്ക്. പിന്നീട് അത് S2 ആണെന്ന് അവർ കൺഫേം ചെയ്തു ഗൈഡുമാർ. പിന്നെ അവർ പറഞ്ഞ വേറൊരു കഥ, ഈ ബരാഹി ഫീമെയിൽ ഇപ്പം ശരിക്കും 2 കപ്സ് ഉണ്ട് അതിന്. അതായത് 2 കുട്ടികളുടെ അമ്മയാണ്. ചെറിയ കുട്ടികൾ, തീരെ ചെറിയ കുഞ്ഞുങ്ങളുള്ളപ്പോൾ കടുവകൾ വീണ്ടും മേറ്റിങ്ങിന് റെഡി ആവാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാൾസ് അല്ലെങ്കിൽ ഒരു ഫേക്ക് മേറ്റിംഗ് അറ്റംപ്റ്റ് ആണ്. നമ്മുടെ ഈ S2വിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബരാഹി ഫീമെയിൽ ചെയ്തതാണ്. കാരണം പിന്നീട് കുട്ടികളുടെ കൂടെ കാണുമ്പോഴത്തേക്കും തൻ്റെ കുഞ്ഞാണെന്ന് S2 തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മേറ്റിംഗ് ശ്രമം അല്ലെങ്കിൽ ഒരു ഫേക്ക് മേറ്റിംഗ് നടക്കുന്നത്. അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുവകൾ പൊതുവെ തൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കൊന്നു കളയാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ സേഫ് ആക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. എല്ലാവരുടെയും സന്തോഷമൊക്കെ കണ്ടോ. അങ്ങനെ അപൂർവമായ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ നല്ല തിരിച്ചു പോവാണേ. ओ बराही रेंज ओ इधर का फीमेल बराही फीमेल F3 के साथ मीटिंग का फर्जी मीटिंग है। हां, सबको सेव करने के लिए। ओ हां, उधर ले जा रही है कप इधर साइड में आउट साइड लेके आ रही है. നമ്മുടെ ഈ ഗൈഡുമാർ പറഞ്ഞ ഫേക്ക് മേറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ ശരിയാണെങ്കിൽ എന്തൊക്കെയല്ലേ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്നത്. രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഈ വേനൽക്കാലത്ത് നല്ല അടിപൊളി തണുപ്പാണ്. ഇതേ ആശാൻ നിന്ന് വിറച്ച് ചായ കുടിക്കുന്നുണ്ട്. വേറെ ഇച്ചിരി കൂടിപ്പോയി ആശാന്. ഇന്ന് നമ്മൾ നമ്മുടെ പിലിഭിത്തിലെ ലാസ്റ്റ് സഫാരി, മോർണിംഗ് സഫാരിക്ക് വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് റിട്ടേൺ ആണ്. ഇവിടെ അലാം കോൾ കയറിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും അങ്ങനെ മൂവ്മെൻ്റ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ യാത്ര തുടരുവാണേ. അതുകൊണ്ട് ഒരു കൂട്ടം മ്ലാവുകൾ നിൽക്കുന്നത് സാമ്പാർ ഡിയേഴ്സ്.
നമ്മളിവിടെ വന്നിട്ട് ഇതിനെ അധികമൊന്നും കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഒറ്റയും പെട്ടയൊക്കെ ആയിട്ട് കണ്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടത് നോക്കി വലിയൊരു കൂട്ടം തന്നെയാണ്. നമ്മുടെ കാടുകളിലെ മ്ലാവുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേത്ത് മുഴുവൻ രോമം കൂടുതലുണ്ട്, കുറച്ചുകൂടെയും ഒരു കമ്പിളി മാതിരിയുള്ള രോമങ്ങളാണ്. എനിക്കൊന്ന് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വേറെ എവിടെയാണ്, എനിക്ക് തോന്നുന്നത് രാജാജിയിലാണോ വേറെ എവിടെയോ ഇതുപോലെ തണുപ്പുള്ള സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവിടുത്തെ മ്ലാവുകൾക്കും ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. लाइट है ना, गोल्डन लाइट, इस लाइट में അപ്പോൾ നിങ്ങൾക്ക് പിലിഭിത്തിലേക്ക് വരണമെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒന്നുകിൽ നേരിട്ട് സഫാരി ബുക്ക് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റ് വഴി, പിലിഭിത്ത് ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റ് വഴി. അതല്ലെങ്കിൽ നമ്മുടെ ഗൈഡുമാർ വഴി, ഈ ഗൈഡുമാരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവർ ഹെൽപ്പ് ചെയ്യും. അതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റേയുടെ ഓണറുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ പുള്ളിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ വൈബ്സിൻ്റെ സഫാരി ബുക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ പിലിഭിത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നേപ്പാൾ ബോർഡറിലുള്ള സ്ഥലമാണെന്ന്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ബറേലി എയർപോർട്ടാണ്. BEK ആണ് എയർപോർട്ട് കോഡ്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറിലൊക്കെ താഴെയുള്ളൂ പിലിഭിത്ത് ടൈഗർ റിസർവിലേക്ക്. പക്ഷേ ബറേലിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല എന്ന് മാത്രമല്ല, ഫ്ലൈറ്റിൻ്റെ എണ്ണം വളരെ കുറവാണ്, പിന്നെ ചാർജും കൂടുതലായിരിക്കും. പിന്നെ അടുത്തുള്ള എയർപോർട്ട് ലക്നൗ ആണ്. അവിടുന്ന് ഏകദേശം 5-5.5 മണിക്കൂറാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര വരുന്നത്. അതും അല്ലെങ്കിൽ പിന്നെ ഉള്ളത് നമ്മുടെ ഡൽഹി എയർപോർട്ട്, അവിടുന്ന് 6-7 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അതുപോലെ ഇനി ട്രെയിനാണ് വരുന്നതെങ്കിൽ ബറേലി ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നൊക്കെ ആണെങ്കിലും ഫ്ലൈറ്റിന് വന്ന് ഡൽഹിയിൽ ഇറങ്ങിയിട്ട് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം ബറേലിയിലേക്ക് എത്താം. ഒരു 4 മണിക്കൂർ 5 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയെ ഡൽഹിയിൽ നിന്ന് ബറേലിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂടെ സഫാരിയിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാവേ. ഇതേ ഹലോ, കേശവ്, ശരത്, പ്രവീൺ ചേട്ടൻ, സുനിൽ ചേട്ടൻ, പിന്നെ നമ്മുടെ ഗൈഡ് शशिकांत, രാജ്ദീപ്. അതെ, ശശികാന്തും അതുപോലെ തന്നെ ചന്ദ്രകാന്തും നമ്മുടെ മറ്റേ വണ്ടിയിൽ വരുന്നുണ്ട്. ഇവർ ബ്രദേഴ്സാണ്. ഇവർ വഴിയായിട്ടോ നമ്മളിതൊക്കെ ബുക്ക് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ വണ്ടിയിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ. പേര് പറഞ്ഞോ. അനിൽ, സോമൻ ചേട്ടൻ, അനിത ചേച്ചി, അജയ്, ആശാൻ്റെ ഇരിപ്പ് കണ്ടോ, ഒരു മൈൻഡില്ലാത്ത പോലെ. അതുപോലെ ചന്ദ്രപ്രകാശ്. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ ശശികാന്തിൻ്റെ അനിയനാന്ന്. അത് നമ്മുടെ ഡ്രൈവർ സർ ഇത്രയും പേരാ കേട്ടോ നമ്മുടെ കൂടെ ഇന്ന് ട്രിപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പിലിഭിത്തിലേക്ക് എങ്ങനെ വരാം, ഇവിടെ എങ്ങനെ സഫാരി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത് നമ്മൾ സഫാരിയും അതുപോലെ സ്റ്റേയും ട്രാൻസ്പോർട്ടേഷനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്താൽ പോലും ഇവിടെ എത്തിപ്പെടുന്ന ഒരു കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് ടാക്സിയൊക്കെ വിളിച്ചിട്ട് വരേണ്ടി വരും എയർപോർട്ടിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസ് കൂടുതലാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എക്സ്പെൻസ് കുറഞ്ഞ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഗ്രീൻ വൈബ്സ്. അപ്പോൾ ഞാനും കോളിനും ട്രിപ്പിൽ ഉണ്ടാവത്തില്ല, പക്ഷേ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ നവംബർ 3rd വീക്കെൻഡ് കൂട്ടിയിട്ടാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുന്നത്. ബറേലി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നവരെല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഗ്രീൻ വൈബ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്നാൽ മതി. അതല്ലെങ്കിൽ എൻ്റെയോ കോളിൻ്റെയോ ഇൻസ്റ്റാ വഴിയൊക്കെ സ്റ്റോറി വഴിയൊക്കെ ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുവേ. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണേ. കസിം ഭായി ആവാം. അതെ കേട്ടോ, പുള്ളിക്കാരനാണ് കേട്ടോ സ്റ്റേയുടെ ഓണർ. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഒക്കെയാണ്. അതായത് നമ്മുടെ ചന്ദ്രേനെയും അതുപോലെ ഇവരുടെയൊക്കെ ഫ്രണ്ടുമാണ്, ചന്ദ്രയുടെയും ശശിയുടെയൊക്കെ ഫ്രണ്ടുമാണ്. അതായത് അപ്പോൾ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് രാവിലത്തെ സഫാരി കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യുവാണേ. അങ്ങനെ ഈ പിലിഭിത്തും ഇവിടുത്തെ അടിപൊളി കാടും ഭീകര കടുവകളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിലിടുക. അതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ട്രെക്കിംഗ്, സഫാരി, അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേകൾ, ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്ന നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.